നെടുവത്തൂർ വിപണിയിലെ സുന്ദരൻ ചേട്ടൻ 1200 രൂപയ്ക്ക് കൊടുത്ത സാധനമാണ്. ഇതാണ് ആഘോഷം അല്ലേട്ടാ? നല്ല എന്താ പറയുന്നത്, ഒരു ഓറഞ്ച് വില മഞ്ഞ വില കളർ വരാനുണ്ടല്ലേ? ഇതാണ് ചേട്ടാ 1200 രൂപയ്ക്ക് വിറ്റ ചക്കയില ഇനം. ഇതിലൊരു ഇനമാണ്, ഇതിലൊരെണ്ണമാണ് കൊടുത്തല്ലേ? ഇത് നമ്മുടെ ഏത് അതിനാ? ചെമ്പരത്തി വരിക. പേരിന്റെ കാര്യം എന്ത്? പേരെന്ന് പറഞ്ഞാൽ ഇത് വെട്ടിക്കഴിഞ്ഞാൽ ചെമ്പരത്തി പൂവിന്റെ അതേ കളറിൽ നിൽക്കും. അതാണ് ഈ ചെമ്പരത്തി വരിക എന്ന് പറയുന്നത്. നല്ല ചുവപ്പ് കളറിൽ തന്നെ നിൽക്കും. ടേസ്റ്റ് എങ്ങനെ ആയിരിക്കും? ടേസ്റ്റ് നല്ല മധുരം. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ? ഇത് പാകമായതാണ്. ഇത് പാകമായിട്ടുണ്ട്, ഏകദേശം വിളവിൽ നിൽക്കുവോ? ഒന്ന് കാണിക്കുമോ? ഒന്ന് ആകാശം ഒന്ന് കൊത്തി നോക്കാവോ? നമുക്കൊന്ന് നോക്കാം. അതായത് വെട്ടണം, വെട്ടി നോക്കാം. ഒന്ന് കൊത്തിയോ? പാകമായെന്ന് നോക്കട്ടെ, എന്നിട്ട് വെട്ടാം. പാകമായെന്ന് നോക്കാം. ആയിട്ടുണ്ട്, ചുവപ്പായിട്ടുണ്ടല്ലേ? അപ്പം നമുക്കൊന്ന് ചേട്ടാ ഓക്കെ, ഇപ്പം തന്നെ ചുവപ്പായിട്ടുണ്ട്. ചേട്ടാ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ സംഭവം ആ ഒരു കായൊക്കെ എങ്ങനെ ഇരിക്കുന്നു നോക്കാം. അത്യാവശ്യം കറയുണ്ടല്ലോ? ഇതിന് കറയുണ്ടല്ലേ? ശരി. നമ്മുടെ മഴവിന്റെ ഗുണം കണ്ടോ ഇതിനകത്ത്? ഇതെല്ലാം കാര്യം ഇത് വെച്ച് ചെയ്യാൻ പറ്റുമല്ലേ? ഓക്കെ. ഇതിന് വലുതായിരുന്നു 1200 പോയത്. ഇത് കുറച്ചുകൂടെ വലുതായിരുന്നു. കുറച്ച് വലുതായിരുന്നു അല്ലേ? ഓക്കെ. കുറച്ച് കിട്ടിയതാ മതിയോ? കുറച്ച് കിട്ടിയത്. നമുക്ക് അതിന്റെ ആഘോഷം ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ചെമ്പരത്തി വരിക ഇതിന്റെ ഒരു സാധനമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഏത് ചന്തയിലായിട്ടാ? നെടുവത്തൂർ വിപണിയിലെ സുന്ദരൻ ചേട്ടൻ 1200 രൂപയ്ക്ക് കൊടുത്ത സാധനമാണ്. ഇതാണ് ആഘോഷം അല്ലേട്ടാ? നല്ല എന്താ പറയുന്നത്, ഒരു ഓറഞ്ച് വില മഞ്ഞ വില കളർ വരാനുണ്ടല്ലേ? നല്ല രക്ത കളറാവും. ഓ ശരി. രക്തത്തിന്റെ കളറാവും. ഇതിപ്പോ നമ്മളിപ്പോ വെട്ടാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വെട്ടിയത് ജസ്റ്റ് കാണാൻ വേണ്ടിട്ടല്ലേ? ഇത് പഴുത്തിട്ടില്ലല്ലോ? ഇല്ല, ഇത് വിളവ് നല്ല വിളവാകുന്നേ ഉള്ളൂ. നല്ല മധുരമുണ്ടോ? മധുരമുണ്ട്. ഇത് പച്ചയല്ലേ? ഇപ്പൊ തന്നെ നല്ല ഈ ഒരു ഇതുണ്ടല്ലേ? ഓ ശരി. ഇതാണ് ചെമ്പരത്തി വരിക്കയുടെ ആഘോഷം. ഓക്കെ. അതൊന്ന് നല്ല റെഡ് കളറായിട്ട് നല്ല കളർ, പൂവിന്റെ അതേ കളർ വരുന്നുണ്ട്. ചെമ്പരത്തി പൂവിന്റെ അതേ കളർ വരുന്നുണ്ട്. ഓക്കെ. മറ്റേ പഴം വെട്ടിയത് ഇപ്പൊ തന്നെ അത്യാവശ്യം ചെറിയൊരു മധുരം ഉണ്ട്. ഇതിനു വേണ്ടി മാത്രം, പഴത്തിന് വേണ്ടി മാത്രം അല്ലേ? അതെ. ഇതൊക്കെ ഒന്ന് എടുത്ത്, ഇത് എപ്പോഴും അങ്ങനെ കിട്ടുന്ന സാധനം എല്ലായിടത്തും നമ്മൾ നടുന്ന എല്ലാത്തിലും നമ്മൾ കിട്ടുന്ന. ഞാൻ ഇപ്പം വേറെ അടുത്ത് കുറേ നട്ടിട്ടുണ്ട്. 10-20ഓളം മൂട് ചെമ്പരത്തി വരിക്കാൻ നട്ടിട്ടുണ്ട്. ഇത് പഴത്തിന് വേണ്ടി മാത്രം. ഇത് നമുക്ക് ഓൾ സീസൺ എന്ന് പറയാം കേട്ടോ? ഇത് ഇല്ല ഓഫ് സീസൺ അല്ല. എല്ലാ ടൈംസ് കിട്ടത്തില്ല. വർഷത്തിൽ ഒരു തവണ കിട്ടും? ഒരു തവണ കിട്ടത്തുള്ളൂ. ഇത് എത്ര ഇതായ 3 വർഷം കഴിഞ്ഞതാ? 3 വർഷം കഴിഞ്ഞ മരം അല്ലേ? ഇത് എത്ര നാളായി ഇതിന്റെ ഒരു? ഈ വർഷമാണ് ആദ്യമായിട്ടാണ്. 3ാമത്തെ വർഷമാണ് കായ്ച്ചതല്ലേ? 3ാമത്തെ വർഷമേ കായ്ക്കത്തുള്ളൂ. അത്യാവശ്യം കുറച്ച് ചക്ക ഉണ്ടാകത്തുള്ളൂ. ഇതിനകത്ത് ഇപ്പം നമ്മൾ പിടിച്ചതിനകത്ത് ഒരു 4 ചക്ക എഴുതി പിടിച്ചോളൂ. അപ്പുറത്തേക്ക് അതിന്റെ മണ്ടേ കിടപ്പുണ്ട്. അത് നല്ല ഹൈറ്റ് പോകുന്ന മരമല്ലേ? ഹൈറ്റ് പോകുന്ന. പക്ഷെ ഉള്ളത് നല്ല രുചിയായിരിക്കും. നല്ല രുചിയാണ്. വിയറ്റ്നാമിനെക്കാട്ട് നല്ല രുചിയാണോ? വിയറ്റ്നാമിന്റെ രുചി വേറെയാണ്. അതിനൊരു പ്രത്യേക, അത് ഒന്നൊന്നര രുചിയാണ് അതിന്റെ. ഇത് കളറും മറ്റേ കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോ ഇവനാണ് ഇതിന്റെ ഒരു കളറാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ചെമ്പരത്തി വരിക അല്ലേ? ചക്കയില് ബെസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്നത് വിയറ്റ്നാമല്ലേ. അവന്റെ ടേസ്റ്റും മറ്റേതൊന്നും വേറെ ഒന്നിനും കിട്ടത്തില്ല. ഇതൊരു വെറൈറ്റി എന്നുള്ള രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അത്രേ ഉള്ളൂ.